സാർ നമസ്കാരം. നമസ്കാരം. പിണറായി വിജയന് ഈ ഓണക്കാലം കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയാം. ഓണത്തിന് ഓണനാട്ടുകരയിലും അതുപോലെ തന്നെ നമ്മളുടെ കേരളത്തിലുമെല്ലാം ഓണത്തല്ല് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അത് പിണറായി വിജയന് നേരെയാണ് നടക്കുന്നത്. ഓണത്തല്ലിൽ തല്ലില്ല, പരസ്പരം ഇടിച്ചു വീഴ്ത്തുന്ന രീതിയല്ല, എങ്കിലും വൈരാഗ്യ മനസ്ഥിതിയോടുകൂടി ചെയ്യുന്നതല്ല ഓണത്തല്ല്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ED കൃത്യമായി തന്നെ പിണറായി വിജയനെ പിടിമുറുക്കുന്നു. എന്നാൽ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ കേസ് എന്ന് പറയുന്നു. ഇവിടെ മനസ്സിലാവാതെ പോകുന്നൊരു കാര്യം, ED മെയ് 27-ാം തീയതി പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അന്ന് EDയുടെ റെയ്ഡിന് ശേഷം ED മടങ്ങിപ്പോയപ്പോൾ പിണറായി വിജയൻ പാർട്ടി സഖാക്കളെ, അതായത് EDയെ ആക്രമിച്ച പാർട്ടി സഖാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ED എന്നോടൊന്നും ചോദിച്ചില്ല, വീണയോട് എന്തൊക്കെയോ ചോദിക്കുന്നത് കേട്ട് എന്തൊക്കെ മറുപടി പറയുന്നത് ഉണ്ടായിരുന്നു. ഞാൻ ആ വശത്തേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ലേക്കർ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അന്ന് ED കടത്തിക്കൊണ്ടുപോയ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് 8 ഇടങ്ങളിൽ, അതായത് പിണറായി വിജയന്റെ മരുമകനും വീണയുടെ ഭർത്താവുമായ റിയാസുമായി ബന്ധപ്പെട്ട റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സിന്റെ വീട്ടിലുമെല്ലാം സ്ഥാപനങ്ങളിലുമെല്ലാം റെയ്ഡ് നടക്കുമ്പോൾ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തിരുന്നില്ല. അപ്പൊ വീണയെ ചോദ്യം ചെയ്തു, വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, വീണയെ ED 2 തവണ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്തിട്ടില്ല, പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നിട്ടും പറയുന്നു ED രാഷ്ട്രീയ പ്രേരിതമായി പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും തകർക്കുന്നതിന് വേണ്ടി, CPMനെ തകർക്കുന്നതിന് വേണ്ടി ED, കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിക്കുന്നു എന്ന്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പാർട്ടി മെമ്പർ കൂടിയായ ബിനീഷ് കോടിയേരിക്കെതിരെ EDയുടെ അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയൻ അന്ന് പറഞ്ഞത്, ED വെറുതെ വരില്ലല്ലോ, EDയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകും, ആ കുടുംബം അതായിട്ട് അന്വേഷണമായി നേരിടത്തെ, പാർട്ടിക്ക് അതിൽ ബന്ധമില്ല. പാർട്ടിക്കാരനായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ പോകാതിരുന്ന CPM ഇപ്പോൾ പാർട്ടി മെമ്പർ അല്ലാത്ത പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ബിനീഷ് മുതിർന്ന വ്യക്തിയാണ്, കേസിന്റെ വഴിക്ക് പോട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ പിണറായി വിജയനും പാർട്ടി സംവിധാനങ്ങളും പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണയെ രക്ഷിക്കുന്നതിന് വേണ്ടി റിയാസിനെ ചോദ്യം ചെയ്യാത്ത, പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്ത ED രാഷ്ട്രീയ പ്രേരിതമായി ഈ CPMനെ ആക്രമിക്കാൻ വരുന്നു എന്ന നറേഷൻ ഉണ്ടാക്കി CPMനെ അല്ലെങ്കിൽ വീണയെ പിണറായി വിജയനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഇരട്ടത്താപ്പ് എങ്ങനെയാണ് രാജ്മോഹൻ സാർ വിലയിരുത്തുന്നത്? പ്രദീപ്, ഞാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തിക്കുക. രാഷ്ട്രീയമായി പിണറായി വിജയനെ നേരിടാൻ ശ്രമിക്കുകയാണോ, സഹായിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇത്രയും നാളും ED അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾ ലാവലിൻ കേസ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങി അടുത്ത കാലത്ത് പോലും കൃത്യമായി തെളിവുകളായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ പോലും പിണറായി വിജയനെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. പിന്നെ രണ്ടാമത്, പിണറായി വിജയൻ ഇപ്പോൾ പറ്റിയിരിക്കുന്ന മണ്ടത്തരം, കുറേ തെളിവുകൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഇതിൽ EDയിലെ ഏതോ ഉദ്യോഗസ്ഥന്മാരുണ്ട്, യാതൊരു കാരണവശാലും പിണറായി വിജയന് കോംപ്രമൈസ് ഉണ്ടായി രക്ഷപ്പെടരുത്, അല്ലെങ്കിൽ ഇപ്പം പിണറായി വിജയൻ്റെ 1 ലക്ഷം കോടിയുടെ ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് ചില പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വരുന്നത്. ആ 1 ലക്ഷം കോടി ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് അറിയുമ്പം അത് നിനക്കെന്തിനും ആവശ്യം, ഇനി നിനക്ക് രാഷ്ട്രീയമൊന്നുമില്ലോ, ഇനി മത്സരിക്കാനൊന്നുമില്ലോ, അത് വേറൊരു അക്കൗണ്ടിലേക്ക് മാറിയാൽ പോരെ, നമുക്ക് ഗുജറാത്തിലോ ബോംബെയിലോ ഒക്കെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലൂടെ അങ്ങോട്ട് മാറിയാൽ പോരെ എന്ന് പറയുകയും അതിന് പിണറായി വിജയൻ വഴങ്ങിക്കൊടുക്കുകയും ചെയ്താൽ ഈ കേസ് ആവിയാവും. കാരണം പണത്തിന് മേലെ എല്ലാ പരുന്തും പറക്കുന്നത്. അത് പിണറായി പരുന്തും KC വേണുഗോപാൽ പരുന്തും എല്ലാ പരുന്തും പറക്കുന്നത് പണത്തിന് മേലെ തന്നെയാണ്. സാറ് പറയുന്നത് ഇവിടെ സാമ്പത്തികമായിട്ടൊരു സെറ്റിൽമെന്റിന് എവിടെ നിന്ന് ഏതെങ്കിലും കോണിൽ നിന്ന് ആരെങ്കിലും തയ്യാറായാൽ ഈ കേസ് ആവിയായി. ചെറിയ തോതിലൊന്നും അല്ല, വല്ല 10 100 കോടി കൊടുക്കുന്ന പോലെ അല്ല, 10 കോടി കൊടുക്കുന്ന പോലെ അല്ല. 1 ലക്ഷം കോടി അല്ല, 10,000 25,000 കോടിയാണ് കിട്ടുന്നതെങ്കിൽ എന്തിന് ഇയാൾ ഇരുന്നോട്ട്, സതീശൻ ഇരുന്നിട്ട് അവർക്ക് എന്നാ പ്രയോജനം? സാർ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ അതിലേക്ക് തന്നെ വരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ ബിനീഷ് കോടിയേരി പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ അല്ലെങ്കിലും പാർട്ടി മെമ്പർഷിപ്പുള്ള ആൾ തന്നെയാണ്. അപ്പോൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകളിൽ ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതിന്, അല്ലെങ്കിൽ അത്തരം ചില തെളിവുകളുമായാണ് ED എത്തിയത്. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന് തൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ CPMന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദം രാജിവെച്ച് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള ആ അന്വേഷണം തന്നെയായിരുന്നു.
ഇവിടെ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവ് പറഞ്ഞത് ഇ ഡി വെറും കൈയോടെ വരില്ല, അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവും, അവരുടെ കുടുംബം അതിന് നേരിടട്ടെ എന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വീണയുടെ നേരെ ഇ ഡി വരുമ്പോൾ ഒന്നല്ല പലതവണ ഇ ഡി വന്നു. പിണറായി വിജയന്റെ പിണറായിലുള്ള വീട് റെയ്ഡ് ചെയ്തു, മുഹമ്മദ് റിയാസിന്റെ കുടുംബ വീട് കോഴിക്കോട് റെയ്ഡ് ചെയ്തു, അതുപോലെ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനുള്ള വീട് റെയ്ഡ് ചെയ്തു. ഇന്നലെ അവരുടെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപന സംരംഭമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ റെയ്ഡ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല ഇ ഡി മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇവിടെ പിണറായി വിജയൻ എന്ന നേതാവിനെ ചോദ്യം ചെയ്യുന്നില്ല, മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ പോലും പിണറായി വിജയൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നെ പിണറായി വിജയനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇ ഡിയുടെ ശ്രമം, അല്ലെങ്കിൽ ഇ ഡി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ തകർക്കാൻ, CPM തകർക്കാനുള്ള ശ്രമമാണ് എന്ന് പറയുമ്പോൾ CPM അണികൾ പോലും അത് വിശ്വസിക്കുന്നില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം പിണറായി വിജയനെ തകർക്കാനാണെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പ്രൊവൈഡേഴ്സ് മൂന്നാം ടൈമും പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ജനങ്ങൾ തന്നെ പിണറായി വിജയനെ തകർത്തു. ഇനി BJP പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. BJP ചെയ്തൊന്നും വരുത്താൻ ശ്രമിക്കണ്ട. അല്ല, രാഷ്ട്രീയമായി പിണറായി വിജയന്റെ അന്ത്യം കണ്ടു. അതെ, തീർച്ചയായും. കാരണം CPM രാഷ്ട്രീയമായി തകരാവുന്നതിന്റെ അങ്ങേയറ്റത്ത് പാതാള പടുകുഴിയിൽ പതിക്കുന്ന കാഴ്ചയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നാം കണ്ടത്. ഒരു സഖാവെങ്കിലും പിണറായി വിജയനെ ന്യായീകരിക്കാനായിട്ട് എന്തിനു ന്യായീകരിക്കാൻ പറ്റുന്നത് AK ബാലനോ വിജയരാഘവനോ എന്തിന് ആശ്രമം പോലും വന്നില്ലല്ലോ, ചിന്താചാരവും പോലും വന്നില്ല. സാറേ, ഇതാണ് പ്രശ്നം. വെള്ളവും ചൂലും എടുത്തുകൊണ്ട് ആരും രംഗത്തേക്ക് വരുന്നില്ല പിണറായി വിജയനെ വിശദീകരിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ AK ബാലനും തോമസ് ഐസക്കിനെയൊക്കെ പോലുള്ള, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന സജി ചെറിയാനെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വരേണ്ടതാണ്. ഇവരൊക്കെ എവിടെ പോയി എന്ന് അറിയാൻ പാടില്ല. ഓണക്കാലാവിന്റെ പേരിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ എന്ത് തന്നെ ആയാലും പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാർട്ടിയുടെ അണികൾ പോലും തയ്യാറല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നതോടൊപ്പം അതിനോടനുബന്ധിച്ച് ഏതാണ്ട് 8 ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ നിന്നുമെല്ലാം ഇഡിക്ക് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് CPM കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്. കാരണം പിണറായി വിജയനും വീണ വിജയനും മുഹമ്മദ് റിയാസും എല്ലാം ജയിലിലേക്ക് പോകും എന്നുള്ള കൃത്യമായ സൂചന CPM കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി ഈ CPM ഇല്ലാതാക്കാൻ വേണ്ടി, പിണറായി വിജയനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ നാടകമായി ഇതിനെ ചിത്രീകരിക്കാൻ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നു, പിണറായി ശ്രമിക്കുന്നു. എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ പിണറായി വിജയനെ എതിരെയുള്ള ഒരു വരവായി ED ഇത് എങ്ങനെ കണക്കാക്കാൻ സാധിക്കും? മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളത് പിണറായി വിജയനും അറിയാം, മുഹമ്മദ് റിയാസിനും അറിയാം. കാരണം എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഉയർത്തി കാണിച്ച് വെറുതെ പറഞ്ഞതാണെന്ന് പിണറായി വിജയൻ അറിയാം. ആ മടിയിൽ കനമുണ്ട്, ആ മടിയിൽ കനമുണ്ട്, ആ മടിയിൽ കനമുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയിൽ ഭയമുണ്ട്, EDയെ ഭയമുണ്ട്. അതുകൊണ്ടാണ് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, പാർട്ടിയുടെ സുരക്ഷാ സംവിധാനം, രക്ഷാപ്രവർത്തനം ഞങ്ങൾക്ക് കവചമായി തീർക്കാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ CPM ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇളക്കി വിട്ടപ്പോഴും ഇളകാൻ പാർട്ടിക്കാർ തയ്യാറല്ല. കാരണം ഇപ്പോഴും അന്ന് അറസ്റ്റ് ചെയ്ത് ED ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ 9 പേര് മാത്രമാണ് പുറത്തു പോയിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോഴും കിടക്കുന്നു. ഇനിയിപ്പോ EDയെ പ്രതിരോധിക്കാൻ വേണ്ടി നേതാക്കൾ ഇറങ്ങട്ടെ, നേതാക്കൾ പ്രതിരോധിക്കട്ടെ എന്നാണ് അണികളുടെ ഒരു തീരുമാനം എന്നറിയുന്നു. ആരും പ്രതിരോധിക്കാൻ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ വിജയനും അകത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഒരു കാര്യം കൂടെ പറയാം. അഥർവം എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമയുണ്ട്. മമ്മൂട്ടി അഥർവവേദം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അവിടെ മമ്മൂട്ടിയുടെ താമസിക്കുന്ന കെട്ടിടത്തിൽ എല്ലാ ദുർമന്ത്രവാദങ്ങളും ചെയ്ത് എല്ലാ ദുർമന്ത്രവാദികളെയും ദുർദൈവങ്ങളെയും പ്രകൃതി ശക്തിയെ തന്നെ അടക്കി വെച്ചിരിക്കുകയാണ്, ബന്ധനസ്ഥിലാക്കി. അപ്പം മമ്മൂട്ടിയോട് വിരോധമുള്ള കുറേ പിള്ളേർ, റിലേറ്റീവ്സ് തന്നെ, അല്ലെ മമ്മൂട്ടിയുടെ ആ ഗുരുവിൻ്റെ റിലേറ്റീവ്സ് തന്നെ അറിഞ്ഞോ അറിയാതെയോ വീട്ടിൽ വരികയും മമ്മൂട്ടി കെട്ടിവെച്ചിരുന്ന രുദ്രാക്ഷവും പ്രകൃതി ശക്തികളെ എല്ലാം തുറന്നു വിടുകയും
ഭീകരമായ മഴയും കൊടുങ്കാറ്റും, മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന പോലെ മഴയും കൊടുങ്കാറ്റും ഉണ്ടായി. പ്രകൃതി ദുരന്തത്തിലേക്ക് പോവുകയും ആ കെട്ടിടം തന്നെ പല വഴിക്ക് ഇടിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഓടുകയാണ്. ഓടി ചെന്ന ഒരു പഴയ കെട്ടിടത്തിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് വിഗ്രഹമാണെന്ന് പോലും കൃത്യമായി അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇവർ ആ വിഗ്രഹത്തിൻ്റെ കാലിൽ പെട്ടിക്കിഴക്ക് കടന്നു. അങ്ങനെ അവർ ആ പ്രളയം കഴിഞ്ഞ് രക്ഷപ്പെട്ടു. അതുപോലെ ഇദ്ദേഹം പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയന് മുമ്പിൽ അങ്ങനെ ഓടിച്ചെന്ന് വീണപ്പോൾ കിട്ടിയ വിഗ്രഹം മോഡിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം കനിയോ ഇല്ലയോ എന്നറിയത്തില്ല. അത് നിർത്തിക്കുകയാണ്.